Okay, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിവേ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. റിസൾട്ട് എസ്പെഷ്യലി നിഷാനയ്ക്ക് കൺഗ്രാറ്റ്സ്. ഓക്കെ സെക്കൻഡ് ഇയർ റിസൾട്ടും ഇതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് ഇയർ എന്തായാലും ഓക്കെ സെക്കൻഡ് ഇയർ ഓഫ്ലൈൻ ആയിരിക്കും. ബട്ട് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ എങ്കിൽ നമുക്ക് ബയോകെമിസ്ട്രി ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ഹെഡിങ് കൊടുക്കുക, lymphocytes and their role in health and disease. Heading കൊടുക്കുക, lymphocytes and their role in health and disease. That subheading lymphocytes കൊടുക്കുക, lymphocytes ന് subheading കൊടുക്കുക. എന്താന്ന് നോക്കാം. Lymphocyte is a type of WBC in bracket leukocyte that is of fundamental importance in the immune system because lymphocytes are the cells that determine the specificity of the immune response to infectious microorganisms and other foreign substances. Full stop. In human adults, lymphocytes make up roughly 20-40% of the total number of WBC. അതായത് ലിംഫോസൈറ്റ്സ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് WBC ആണ്. അല്ലെങ്കിൽ WBC തന്നെ വിളിക്കുന്നവരാണ് ലൂക്കോസൈറ്റ്. ഒരു എന്താണ് ലിംഫോസൈറ്റ് WBCയിൽ വരുന്ന ഒരു ടൈപ്പാണ്. വൈറ്റ് ബ്ലഡ് സെല്ലിൽ വരുന്ന ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റ്. that is of fundamental importance in the immune system. ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ്. മീൻസ് ഇത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ്. Then because lymphocytes are the cells that determine the specificity of the immune response to infectious microorganisms and other foreign substances. കാരണം ഈ ലിംഫോസൈറ്റ്സ് ആണ് എന്ത് നിർണ്ണയിക്കുന്നത്. മീൻസ് ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ കോശങ്ങളാണ് ഇതാണ് നിർണ്ണയിക്കുന്നത്. അതായത് അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെതിരെ, മൈക്രോ ഓർഗാനിസത്തിനെതിരെ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഫോറിൻ സബ്സ്റ്റൻസസിനെതിരെ പ്രവർത്തിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ ആയിട്ടുള്ള റെസ്പോൺസ്, പ്രത്യേകമായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് ഈ ലിംഫോസൈറ്റ്സ് ആണ്. ഒന്നുകൂടി പറയാം. Lymphocyte is a type of WBC that is fundamental importance in the system because lymphocytes are the cells that determine the specificity of the immune response to infectious microorganisms and other foreign substances, etc. അതായത് ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBC ആണ്. WBCയിൽ വരുന്നൊരു ടൈപ്പാണ്. മീൻസ് ലൂക്കോസൈറ്റിൽ വരുന്നൊരു ടൈപ്പാണ്. ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ കോശങ്ങൾ എന്താണ്, അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസസ് അതിനെല്ലാം എതിർക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം നിർണ്ണയിക്കുന്നത് ഈ ലിംഫോസൈറ്റ്സ് ആണ്. അത്രയും ക്ലിയർ ആയോ? Is it clear? ഒന്നുകൂടി പറയാം. Lymphocyte is a type of WBC that is of fundamental importance in immune system because lymphocytes are the cells that determine the specificity of the immune response to infectious microorganisms and other foreign substances. അതായത് ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് WBC ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ്. Then because lymphocytes are the cells that determine the specificity of the immune response to infectious microorganisms and other foreign substances. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് ഇത് പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് വെച്ചു. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, മീൻസ് രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനും അതുപോലെ തന്നെ ഫോറിൻ സബ്സ്റ്റൻസസ്, മീൻസ് എന്തെങ്കിലുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, മീൻസ് ഡസ്റ്റ്, അതുപോലെയുള്ള എല്ലാത്തിനും എതിരെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നത് ഈ ലിംഫോസൈറ്റ്സ് ആണ്. ക്ലിയർ ആയോ? Next, in human adults, lymphocytes make up roughly 20-40% of the total number of WBC. അതായത് ഹ്യൂമൻ അഡൽട്സിൽ
WBC എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 20 to 40% ഈ ലിംഫോസൈറ്റ് ആയിരിക്കും. ഓക്കെ, ഓൾറെഡി പറഞ്ഞു WBCന്റെ ടൈപ്പ് ഓഫ് സെല്ലാണ് ഈ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, WBC എടുത്തിട്ടുണ്ടെങ്കിൽ WBCന്റെ ടോട്ടൽ നമ്പേഴ്സ്, ഓക്കെ, മീൻസ് ടോട്ടൽ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 20 to 40% ഈ ലിംഫോസൈറ്റ്സ് ആയിരിക്കും. Is it clear? Okay. Next point. They are found in circulation and also are concentrated in central lymphoid organs and tissues such as the spleen, tonsils and lymph nodes, where the initial immune response is likely to occur. Okay, അതായത് ഇത് പ്രധാനമായിട്ട് ഈ ലിംഫോസൈറ്റ്സ് കാണപ്പെടുന്നത് എവിടേക്കാണെന്ന് പറയുന്നത്. They are found in circulation. ഇത് സർക്കുലേഷനിലാണ് കാണപ്പെടുന്നത്. And also are concentrated in central lymphoid organs. Okay, central lymphoid organsലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അതായത് ടിഷ്യൂസിൽ, അതുപോലെ തന്നെ സ്പ്ലീൻ, okay, സ്പ്ലീൻ, അതുപോലെ തന്നെ ടോൺസിൽസ്, then ലിംഫ് നോഡ്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാരണം ഇവിടെ നിന്നെല്ലാമാണ് എന്താണ് ഇമ്മ്യൂൺ ആയിട്ടുള്ള റെസ്പോൺസസ് കൂടുതലായിട്ടും ആരംഭിക്കുന്നത്. ഏതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയാം, they are found in circulation and also are concentrated in central lymphoid organs and tissues such as spleen, tonsils and lymph nodes, where the initial immune response is likely to occur. അതായത് ഇത് കാണപ്പെടുന്നത് സർക്കുലേഷനിലാണ് and also are concentrated in central lymphoid organs and tissues. അതുകൂടാതെ തന്നെ ലിംഫോയിഡ് ഓർഗൻസിലും അതുപോലെ തന്നെ ചില ടിഷ്യൂസിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സ്പ്ലീൻ, അതുപോലെ തന്നെ ടോൺസിൽ, അതുപോലെ തന്നെ ലിംഫ് നോഡ്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാരണം ഇവിടെ നിന്നെല്ലാമാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, മീൻസ് ആരംഭിക്കുന്നത്. Is it clear? Okay. Next point. The two primary types of lymphocytes are B lymphocytes in bracket B cells and T lymphocytes in bracket T cells. Okay, അതായത് പ്രധാനമായിട്ടും ലിംഫോസൈറ്റ്സിന് രണ്ട് ടൈപ്സ് ആണ് വരുന്നത്. B cells and T cells, means B lymphocytes and T lymphocytes. Okay, പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ആണുള്ളത്, B lymphocytes T lymphocytes, means B cells and T cells. Then next point. ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? Okay. Next point. B cells make antibodies and signaling proteins that help to flag or attack invading bacteria, viruses and toxins. Okay, അതായത് ഈ B cells ആണ് ആന്റിബോഡീസിനെ അതുപോലെ തന്നെ സിഗ്നലിംഗ് പ്രോട്ടീൻസിനെ, മീൻസ് അവയവങ്ങളെ പാസ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോട്ടീൻസിനെയും അതുപോലെ തന്നെ ആന്റിബോഡീസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ആന്റിബോഡീസിനെയും സിഗ്നലിംഗ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയും ടോക്സിൻസിന്റെ എല്ലാം ഇൻവേഡിങ്ങിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, മീൻസ് അത് എന്താ പറയുക, ബാക്ടീരിയ സ്പ്രെഡ് ആകുന്നത്, അല്ലെങ്കിൽ വൈറസ് സ്പ്രെഡ് ആകുന്നത്, അല്ലെങ്കിൽ ടോക്സിൻസ് ഒക്കെ സ്പ്രെഡ് ആകുന്നത്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഡിവിഷനെ, അതിന്റെ എല്ലാം വിഭജനത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, B cells make antibodies and signaling proteins that help to attack invading bacteria, viruses and toxins. അതായത് B cells ആന്റിബോഡീസിനെയും സിഗ്നലിംഗ് പ്രോട്ടീൻസിനെയും ഉണ്ടാക്കും. ഇത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ടോക്സിൻസ്, ശരീരത്തിലുള്ള ബാക്ടീരിയയും വൈറസും ടോക്സിനൊക്കെ ഇൻവേഡ് ആകുന്ന, മീൻസ് വിഭജിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിവിഷൻ, അതിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. Is it clear? ഒന്നുകൂടി പറയാം, B cells make antibodies and signaling proteins that help to attack invading bacteria, viruses and toxins. അതായത് ലിംഫോസൈറ്റ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് B സെൽസും T സെൽസും. അതിലെ B സെൽസിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. B സെൽസ് എന്താണ് ചെയ്യുന്നത്? ആന്റിബോഡീസിനെയും സിഗ്നലിംഗ് പ്രോട്ടീൻസിനെയും ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനുണ്ടാക്കും, പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹെൽപ് ടു അറ്റാക്ക് ഇൻവേഡിംഗ് ബാക്ടീരിയ, വൈറസ് ആൻഡ് ടോക്സിൻസ്.
അതെന്തിനു ഈ ആന്റിബോഡീസ് അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസ് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുള്ള ടോക്സിൻസ്, ബാക്ടീരിയ, വൈറസ് ഇതിന്റെ എല്ലാം സ്പ്രെഡ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഡിവിഷനെയാണ് തടയുന്നത്. Is it clear? Okay. Next point. T cells seek and destroy the cells that have become infected or are cancerous, and they also communicate with B cells. Okay. T cells ന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T cells ക്യാൻസറസ് ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസിനെ കണ്ടുപിടിക്കുകയും അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Okay. And they also communicate with B cells. Means ഇത് B cells ആശയവിനിമയം നടത്തും അല്ലെങ്കിൽ B cells കൂടിച്ചേർന്നാണ് പോകുന്നത്. ഒന്നുകൂടി പറയാം. T cells seek and destroy the cells that have become infected or are cancerous, and they also communicate with B cells. അതായത് T cells ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളെ കണ്ടുപിടിക്കുകയും അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് B cells ആശയവിനിമയം നടത്തുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Is it clear? Okay. ഇത്രയാണ് ലിംഫോസൈറ്റ്സ്. ഇനി കണ്ടീഷൻ ആണ് പറയാൻ പോകുന്നത്. ലിംഫോസൈറ്റ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷൻ ഇൻക്ലൂഡ് എന്ന് കൊടുക്കുക. അടുത്തൊരു പോയിന്റ് ആയിട്ട് കൊടുക്കുക കണ്ടീഷൻസ് ഇൻക്ലൂഡ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ലിംഫോസൈറ്റോപീനിയ. ഈ കണ്ടീഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിംഫോസൈറ്റോപീനിയ എന്താന്ന് നോക്കാം. ലിംഫോസൈറ്റോപീനിയ is an abnormally low number of lymphocytes in the blood. അതായത് ലിംഫോസൈറ്റോമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ബ്ലഡിലുള്ള ലിംഫോസൈറ്റ്സിന്റെ അളവ് കുറയുന്നതിനെയാണ് ലോ നമ്പർ ഓഫ്, അബ്നോർമൽ ആയിട്ട് കുറയും. അബ്നോർമൽ ആയിട്ട് ബ്ലഡിലുള്ള ലിംഫോസൈറ്റ്സിന്റെ നമ്പേഴ്സ് കുറയുന്നതിനെയാണ് ലിംഫോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. Lymphocytomia is an abnormally low number of lymphocytes in the blood. ബ്ലഡിലെ ലിംഫോസൈറ്റ്സിന്റെ നമ്പേഴ്സ് അബ്നോർമൽ ആയിട്ട് കുറയുന്നതിനെയാണ് ലിംഫോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കോസസ് നോക്കാം. കോസസ് in that malnutrition. First point, malnutrition means പോഷകക്കുറവ്. Then second one, blood disorders. Example, aplastic anemia means blood disorders ഒരു കാരണമാകാം. അതിനൊരു എക്സാമ്പിൾ ആണ് aplastic anemia. Then മൂന്നാമത്തത് autoimmune diseases. ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഒരു കാരണമാകാം. അതിന് എക്സാമ്പിൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. Then fourth one, use of steroids. സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗം ഒരു റീസൺ ആകാം. യൂസ് ഓഫ് സ്റ്റിറോയിഡ്സ്. Next point, cancer treatments such as radiation therapy and chemotherapy. അതായത് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും ഒക്കെ ഒരു കാരണമായിട്ട് വരാം. Then last point, infectious diseases such as HIV. ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഡിസീസും ഒരു റീസൺ ആകാം. എക്സാമ്പിൾ HIV മീൻസ് എയ്ഡ്സ് ആണ്. HIV എന്നാണ് എയ്ഡ്സ്. ഒന്നുകൂടി പറയാം. കോസസ്, malnutrition, blood disorder, just example aplastic anemia, then autoimmune diseases, example rheumatoid arthritis, then use of steroids, then cancer treatments such as radiation therapy and chemotherapy, then last point, infectious diseases such as HIV. Is it clear? Okay. Next, symptoms.
symptoms വരുന്നത് fever, cough, then runny nose, then enlarged lymph nodes, then painful joints, then skin rashes, then night sweats, then weight loss, okay, ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീവർ ഉണ്ടാകും, കഫ് ഉണ്ടാകും, റണ്ണി നോസ് മീൻസ് ജലദോഷം അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഉണ്ടാകും, then enlarged lymph nodes enlarge ആകും, വികസിക്കും, then painful jointsന് വേദന ഉണ്ടാകും, then skin rashes, then night sweat മീൻസ് രാത്രിയുള്ള വിയർപ്പ്, then weight loss ഭാരം കുറയും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ലിംഫോസൈറ്റ്സ് വരുന്നത്. ഓക്കെ, ലിംഫോസൈറ്റ്സും ജസ്റ്റ് കണ്ടീഷൻ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ. ഓക്കെ, പാരഗ്രാഫ് ആയിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കോസസ് സിംറ്റംസ് ഒക്കെ തരംതിരിച്ച് തന്നേക്കുന്നത്. ഇസ് ക്ലിയർ? ലിംഫോസൈറ്റ്സ് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എടുക്കുക, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ദയർ റോൾ ഇൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അടുത്ത ഹെഡിങ് platelets and their role in health and disease. Okay, first point, platelets are cell fragments that circulate in the bloodstream and help blood to clot. Okay, platelets എന്ന് പറയുന്നത് സെൽ ഫ്രാഗ്മെന്റ്സ് ആണ്, മീൻസ് രക്തകോശങ്ങളിൽ തന്നെ വരുന്നതാണ്. then that circulate in the bloodstream. Okay, ഇത് ബ്ലഡ് സ്ട്രീമിൽ തന്നെ രക്തത്തിൽ തന്നെ ഉള്ളതാണ്, മീൻസ് അല്ലെങ്കിൽ രക്തത്തിൽ കൂടിയാണ് ഒഴുകുന്നത്. and help blood to clot. ഇത് എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാനാണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ഓൾറെഡി നമ്മൾ എന്താ പറയാ ഒരു കോളംസ് പഠിച്ചു, ആ കോളംസിൽ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നുകൂടി പറയുന്നുള്ളൂ. ഒന്നുകൂടി പറയാം, platelets are cell fragments that circulate in the bloodstream and help blood to clot. platelets എന്ന സെൽ ഫ്രാഗ്മെന്റ്സ് ആണ്, ഇത് ബ്ലഡ് സ്ട്രീമിലാണ് കാണപ്പെടുന്നത്, ബ്ലഡ് സ്ട്രീമിലാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അടുത്ത പോയിന്റ്, ഓൾസോ കോൾഡ് ത്രോംബോസൈറ്റ്സ്. ഓൾസോ കോൾഡ് ത്രോംബോസൈറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് ത്രോംബോസൈറ്റ്സ്. then next point, a normal platelet count is 1,50,000 to 4,50,000 platelets per microliter of blood. അതായത് ഒരു നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് പറയുന്നത്. ഇത് ഓരോ ബുക്കിലും ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, എങ്കിലും ആവറേജ് ആയിട്ടുള്ള കണക്കാണ് പറയുന്നത്. ഓക്കെ, അതായത് 1,50,000 to 4,50,000. ഓക്കെ, അതായത് ഒരു മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1,50,000 to 4,50,000 വരെ ആണ് അതിൻ്റെ ഒരു റേഞ്ച്, നോർമൽ ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ ഒരു റേഞ്ച്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കളർലെസ്, റൗണ്ടഡ് ഓർ ഓവൽ, then നോൺ ന്യൂക്ലിയേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ഓഫ് ദി സെൽസ്. അതായത് കളർലെസ് ആണ്, കളർ കുറവുള്ളതാണ്, മീൻസ് കളർ ഇല്ലാത്തതാണ്. ആൻഡ് റൗണ്ടഡ് ഓർ ഓവൽ, അതായത് ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്, മീൻസ് ഒരു എഗ്ഗിൻ്റെതായ ഒരു ഷേപ്പ് ആയിരിക്കും. then ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, കോശങ്ങൾക്ക് ന്യൂക്ലിയസ് ഇല്ല, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഇത് ഓൾറെഡി ആ കോളംസിൽ പറഞ്ഞതാണ്. ക്ലിയർ? Okay, next point, the principal function of platelet is to prevent bleeding. Okay, അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. Then next point, the platelet count can vary according to the menstrual cycle.
full stop. It can decrease near the end of pregnancy and increase in response to inflammation. അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് മെൻസ്ട്രൽ സൈക്കിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് ചെറിയ വേരിയേഷൻ വരും. ഓക്കെ, ദ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ക്യാൻ വേരി അക്കോർഡിംഗ് ടു ദി മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിളിനനുസരിച്ചിട്ട് ഇതിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഡിക്രീസസ് നിയർ ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. ഓക്കെ, പ്രഗ്നൻസിന്റെ എൻഡ് സ്റ്റേജിൽ ഇത് ഡിക്രീസ് ആകും. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ റെസ്പോൺസ് ടു ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനുമായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻക്രീസ് ആകും. ഓക്കെ, ഇൻക്രീസ് ഇൻ റെസ്പോൺസ് ടു ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇൻക്രീസ് ആകും. ഒന്നുകൂടി പറയാം. The platelet count can vary according to the menstrual cycle. Full stop. It can decreases near the end of pregnancy and increase in response to inflammation. Is it clear? Okay, ഒന്നുകൂടി പറയാം. The platelet count can vary according to the menstrual cycle. Menstrual cycle അനുസരിച്ചിട്ട് ഈ platelet countൽ വ്യത്യാസം വരും. ഓക്കെ, ചെറിയൊരു വ്യതിയാനം ഉണ്ടാകും. Then it can decrease near the end of pregnancy. ഓക്കെ, പ്രഗ്നൻസിന്റെ അടുത്ത്, ഓക്കെ, എൻഡ് സ്റ്റേജിനോട് അടുത്താകുമ്പോൾ ഇത് ഡിക്രീസ് ആകും. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ റെസ്പോൺസ് ടു ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് ഇത് കൂടും, മീൻസ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടും. Is it clear? Okay, next അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ് എടുക്കാം. പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ആർ ഇൻക്ലൂഡ്. പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ആർ ഇൻക്ലൂഡ്. അടുത്ത പോയിന്റ് ആയിട്ട് എടുക്കാം. പ്ലേറ്റ്ലെറ്റ് ഡിസോർഡേഴ്സ് ആർ ഇൻക്ലൂഡ്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ത്രോംബോസൈറ്റോപീനിയ. ത്രോംബോസൈറ്റോപീനിയ. ഓക്കെ, എന്താന്ന് നോക്കാം. ത്രോംബോസൈറ്റോപീനിയ. Thrombocytopenia is a low number of platelets in the blood which increase the risk of bleeding. Okay, question ചോദിച്ചിട്ട് ഈ സെക്ഷൻ എടുക്കാം. ഓക്കെ, അതിനു മുന്നേ അലീനനെ വിഷ് ചെയ്തല്ലോ. അലീന മറന്നുപോയതല്ല. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ എന്ന് ഓർത്താണ്. ഹാപ്പി ബർത്ത്ഡേ. എന്താ പറയുക? ഓക്കെ, ശരിക്കും എന്താ പറയുക, നമ്മുടെ ക്ലാസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷിഹാന, എനിക്ക് ലിംഫോസൈറ്റ്സ് പറ. Then ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ക്വസ്റ്റിനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ. അതുല്യ, കണ്ടീഷൻ പറ. കണ്ടിന്യൂ ചെയ്തോ. കോസസ്
Okay. Okay. Celia, continue. Symptoms. Okay. Shamina, continue. Platelets. Mm. Mm. Okay. Mm. Okay. Okay. Good. Okay. അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? Is it clear? Okay. അടുത്ത ക്ലാസ്. Okay. എനിക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്യാം 1 മണിക്ക്. Okay.